മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വിജ്ഞാനങ്ങളുടെയും തുടക്കമാണ്, അല്ലെങ്കിൽ ഫിലോസഫിയുടെ, ശാസ്ത്രത്തിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുന്ന ഫിലോസഫിയുടെ ഒരു പാർട്ടാണ്. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ മെറ്റാഫിസിക്സിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ശാസ്ത്രം ശാഖകളാണെങ്കിൽ, ശിഖരങ്ങളാണെങ്കിൽ, മെറ്റാഫിസിക്സ് അതിന്റെ വേരുകളാണ്. മെറ്റാഫിസിക്സിന്റെ ചർച്ച എന്തൊക്കെയാണ്? ഭൂമി എങ്ങനെ ഉണ്ടായി, സൂര്യൻ എങ്ങനെ ഉണ്ടായി, അതൊന്നുമല്ല. അത് മെറ്റാഫിസിക്സ് അതിന്റെ ഒരു പാർട്ടായിട്ടുള്ള ശാസ്ത്രത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് ചർച്ച ചെയ്തു. മെറ്റാഫിസിക്സ് അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വിദ്യാഭ്യാസത്തെ രണ്ടാക്കി പണ്ടേ ജൂതന്മാർ വേർതിരിച്ചു. ഒന്ന് ഭൗതികമെന്നും ആത്മീയമെന്നും. ഇന്ന് പല സ്ഥാപനങ്ങളും ഭൗതികതയും ആത്മീയതയും കൂടി സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലങ്ങളായി അവർ അത് ചെയ്തുകൊണ്ട് ഇന്നും അത് സമന്വയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, സാധ്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. നിങ്ങൾ ഹഖ്ഖിനെയും ബാത്തിലിനെയും ലയിപ്പിക്കാൻ പോകല്ലേ. അതങ്ങേയറ്റം വിഡിത്തമാണ്, മഠേത്തരമാണ്. അത് ചെയ്യാൻ പാടില്ല. ഹഖ് ഹഖാണ്, ബാത്തിൽ ബാത്തിലാണ്. ഭൗതികത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ ലോകത്ത് നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളതാണ് ഭൗതികതയുടെ താല്പര്യം. ലിബറലിസം എന്നൊക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നല്ല ഭാഷയിൽ പറയാൻ കഴിയും. അതാണ് ഭൗതികത, ലിബറലിസം. ലിബറലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ആവശ്യമില്ലാത്ത, മതം ആവശ്യമില്ലാത്ത ഒരു ചിന്താ ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് ലിബറലിസ്റ്റുകൾ. അപ്പൊ ലിബറലിസത്തിന്റെ താല്പര്യത്തിൽ നിന്നുമാണ് ഭൗതികത എന്നുള്ള ചിന്ത രൂപപ്പെടുന്നത്. അതിൽ ആത്മീയത ലെവലേശമില്ല. അപ്പൊ ലിബറലിസത്തെയും സ്പിരിച്വാലിറ്റിയും പരസ്പരം ലയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സ്വയം അറിയാതെ ഇന്ന് പല സ്ഥാപനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ നയങ്ങളായി ആ സ്ഥാപനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴൊക്കെ അവർ പറയും, ഞങ്ങൾ ഭൗതിക ആത്മീയ വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങളുടേതെന്ന് പറയും. ആ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന മുഴുവൻ ആളുകളും ഭൗതികവാദികളായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പണ്ഡിതന്മാർക്കൊക്കെ ഇന്ന് ഭൗതിക താല്പര്യമാണ് കൂടുതൽ, അവർക്ക് ആത്മീയ താല്പര്യം തീരെയില്ല, എല്ലാവർക്കും സമ്പത്താണ് ആവശ്യം, എല്ലാവർക്കും സ്ഥാനമാനങ്ങളാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇത് ന്യായമാണോ? അല്ലല്ലോ. കാരണം നമ്മൾ തന്നെയല്ലേ ഈ ഭൗതികതയെ ഉയർത്തിപ്പിടിച്ചവർ. നമ്മൾ തന്നെയല്ലേ ഭൗതികതയും ആത്മീയതയും സമന്വയിപ്പിക്കാൻ ശ്രമിച്ചവർ. എന്നിട്ട് സമന്വയിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇത് സമന്വയിക്കില്ല, ലയിക്കില്ല, വിലയം പ്രാപിക്കില്ല. രണ്ടും രണ്ടാണ്. രാവ് രാവാണ്, പകല് പകലാണ്. രണ്ടിനെയും കൂടി സമന്വയിപ്പിക്കാൻ കഴിയില്ല. രണ്ട് പ്രതിഭാസങ്ങളാണ്. എന്ന നിലയ്ക്ക് ഭൗതികത ഭൗതികതയാണ്, ആത്മീയത ആത്മീയതയാണ്.